ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അങ്ങനെ വീണ്ടും റമദാൻ വന്നെത്തി. അങ്ങനെ റമദാൻ്റെ തലേന്നത്തെ രാത്രി സൗദിയിലെ തായിഫിലെ ഒരു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുചേരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം തായിഫ് കേട്ടോ. അങ്ങനെ ഞാനും മൊമ്മക്കിന്ന് തായിഫ് രാത്രി ലൈഫ് മൊമ്മക ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് സുഖി ബലത്തിൻ്റെ എന്താ അവസ്ഥ നോക്കട്ടെ അല്ലേ. അങ്ങനെ ഈ കാണുന്നതാണ് ബാബുൽ ഹറം, അതായത് തായിഫിൻ്റെ സൂക്കിൽ ബലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വാതിലാണത്, മെയിൻ ഡോർ. സുന്ദരമായ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്. രാത്രി ഞങ്ങൾ പോകുന്ന സമയം ഏകദേശം 1 മണിയാണ്. ആ സമയത്ത് തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല റമദാനെ വരവേൽക്കാൻ വേണ്ടി അടിപൊളി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് സൂക്കും മൊത്തം വേറൊരു മൂഡിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താ വൈബ് എന്ന് പറയാം. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ചെറിയ ചെറിയ ഇതേപോലുള്ള പെട്ടിക്കടകളൊക്കെ കാണാൻ കഴിയും. അതിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. റമദാനായി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ഈ മാങ്ങ ഉപ്പിലിട്ടത്, അതേപോലെ മറ്റേ മുളകും പൊരിട്ട മാങ്ങയും കാര്യങ്ങളും, അതേപോലെ ജ്യൂസുകൾ, കുൽക്കി സർബത്ത്, ഇതുപോലുള്ള ഈ അറേബ്യൻ ഫുഡുകൾ ഒരുപാട് ഇഷ്ടം പോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മെയിനായിട്ട് ഇവിടെ പറഞ്ഞാൽ നമ്മളെ ഉരുളക്കിഴങ്ങ് മറ്റേ ഫ്രൈ ചെയ്തതാണ്, ഫ്രഞ്ച് ഫ്രൈസ്, അതിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഫ്ലേവറിലുള്ള കച്ചപ്പ്, മയനൈസ്, അതേപോലെ പല സോഴ്സുകൾ വെച്ചിട്ടാണ് നമുക്കിവിടെ കിട്ടാൻ കഴിയും. കണ്ടില്ലേ, ഏത് ഭാഗത്തേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. സൂക്ക് വേറെ ലെവലാണ്. എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്. ഇപ്രാവശ്യം കുറച്ചും കൂടി ഉഷാറാക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. രാത്രി വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ചു പോകും. അടിപൊളി ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ പെരുന്നാളുടെ തലേന്ന് ഒരാഴ്ച അതുപോലെ കാരം എല്ലാ മാർക്കറ്റിലും അങ്ങാടിയിലും ചന്തയിലും ആകെ തിരക്കേക്കാരം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തിരക്കാണ് ഇവിടെ. റമദാൻ തുടങ്ങുന്നത് തൊട്ട് തലേന്ന് തൊട്ട് റമദാൻ ഫുള്ള് ഇതേ മുകളിലേക്കാരം. സൂക്കിലും രാത്രികളേക്കാരം മൊത്തത്തിലിവിടെ ആക്റ്റീവ് ആവുക. പകലൊക്കെ കുറേ ആളുകൾ കടന്നുറങ്ങിയിട്ട് നേരം കഴിച്ചിട്ട് രാത്രി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയമാണ്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സൂക്കിലും റോട്ടിലും പാർക്കിലേക്കാറും. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അവിടുത്തെ ഒരു പള്ളിയാണ്, സൂക്കിൻ്റെ അടുത്തൊരു പള്ളിയാണ്. നമ്മൾ കാണാൻ മുൻപിൽ എല്ലാ റമദാനെ വരവേറ്റുള്ള ഓരോ ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എവിടെ നോക്കിയാലും കച്ചവടം കേട്ടോ. അപ്പോൾ നമ്മൾ സമയം നമ്മൾ ഏകദേശം 1:30-2 മണിയാകൊണ്ടാണ് കച്ചവടം കുറേ കുറഞ്ഞിട്ടുള്ളത്. ഈ തന്നെ മുന്നോട്ട് പോകുമ്പോഴുള്ള വീഡിയോ ഉണ്ട്. ഒരു മഗ്‌രിബിൻ്റെ ഇശാക്ക് ശേഷമല്ലേ, തറാവീഹ് നിസ്കാരം കഴിഞ്ഞ ശേഷമല്ലേ ഇത് കാണാൻ കഴിയും. വീഡിയോ ഇതിൽ നമുക്കുണ്ട്. അതിൽ കാണാൻ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് ഇവിടെയൊക്കെ ഊത് വിൽക്കുന്നുണ്ട്. ഊത്, അതേപോലെ ബഹറാത്തുകൾ, മിസ്വാക്ക് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അറബികളും വിദേശികളും എല്ലാവരും ഈ സൂക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം വാങ്ങാനും വെറുതെ നടക്കണം കുറേ ആൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരു ആളുകളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഈ റമദാനാകുമ്പോൾ പ്രത്യേകിച്ചും ഇതേപോലുള്ള രാത്രികാല ഫുഡുകളുണ്ട്. പ്രത്യേകം ഈ റമദാനിൽ മാത്രം കിട്ടുന്ന കുറേ സ്ട്രീറ്റ് ഫുഡും ഇല്ലാതെ പോലുള്ള സംഭവങ്ങൾ ഇവിടെ സൂക്കിനുള്ളിൽ ഉണ്ടാവും. അത് കഴിക്കാനും ആസ്വദിക്കാനാണ് ഇത് ആളുകളൊക്കെ വരുന്നത്. അപ്പോഴാണ് മോമാക്ക് അതിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തത്. അപ്പോൾ എനിക്കൊരു താല്പര്യം, ഞാനും അവിടെ പോയിരുന്ന് പോസ് ചെയ്ത് കയ്യും കാലം അങ്ങോട്ടോട്ട് ആക്കി വെച്ച് അതൊക്കെ രസം. അത്രേ ഉള്ളൂ. ഇപ്പം ഈ കാണുന്ന വീഡിയോ ഇഷാക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. നോക്കി നിങ്ങൾ ഇവിടുത്തെ തിരക്ക്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ വന്ന് പള്ളിയിൽ നിന്നൊക്കെ വന്ന് ആളുകൾ സൂക്കിലേക്ക് ഇതേപോലെ ഭക്ഷണം കഴിക്കാനും അതുകൊണ്ട് പല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്ന സമയമുണ്ട്. നല്ല തിരക്കാട്ടോ. വലിയൊരു സൂക്കാണ്. അപ്പോൾ സൂക്കിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ടാവും. തായിഫിലെ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ. അങ്ങനെ പോകുന്ന വഴിക്കാണ്
ഇവിടെ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കുന്നതായി ഞാൻ കാണുന്നത്. ചെന്ന് നോക്കിയപ്പോഴാണ് കുനാഫൻ്റെ മുകളിലിടുന്ന ആ നൂലുണ്ടാക്കുകയാണ്. ഇത് റമദാൻ മാസം കുനാഫ അവിടെ ഫേമസ് ആണ്. ഇതിനു വേണ്ടി ആളുകൾ അവിടെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നേരം. ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പുറത്തെ വലിയ ചെമ്പിൽ മാവ് മറ്റേ കുഴച്ചുണ്ടാക്കിയിട്ടാണോ അത് ആ പാത്രത്തേക്ക് പോരാ ഈ ചട്ടിമൊക്കെ വെച്ച് കണ്ടില്ലേ, ഒരു 10-20 സെക്കൻഡ് വെക്കണം, ചൂടാണോ പുറത്തേക്ക് ഇടണം, വീണ്ടും എണ്ണ തേക്കണം. ഇതൊക്കെയാണ് കാണാൻ കഴിയുന്നത് നമുക്ക്. ഇത് റമദാനിലൊരു വ്യത്യസ്തമായ കാഴ്ച കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ മടങ്ങി അടുത്ത ജില്ലയിലേക്ക്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ब्लॉगर आमचे ഉണ്ട്. لا والله اني برسل البيت يا شيخ حتى والله دوب انا അതൊരു പള്ളിയല്ലേ വയവള്ളി? ഇത് മറ്റേ എന്താണ് അനൂതോ എന്താ പറയല്? അതിനെ പള്ളി മസ്ജിദുൽ അനൂതോ എന്താണുണ്ട്. ഇവിടെ ഫുള്ള് കച്ചവടങ്ങളാണേ. അങ്ങനെ അതുവഴി നടക്കുമ്പോഴാണ് മസ്ജിദുൽ ഹനൂദ്. ഒരുപാട് കേരളക്കാർ പറയും ഇത് കേരളത്തിലെ ഏതോ ഒരാളുണ്ടാക്കിയ പള്ളിയാണെന്ന്. ഉള്ളാവാലോ, അതിനെ പറ്റി നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ മുഹമ്മാക്ക ആ പള്ളിൻ്റെ ബോർഡ് കാണിച്ചെന്ന രംഗാണ് നമ്മൾ ഈ കാണുന്നത്. മുഹമ്മാക്ക നമ്മളെ ചങ്കാണ് മസ്ജിദുൽ ഹനൂദ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കാം. എന്താണ് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ വിവരം എനിക്കില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയണില്ല. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അന്നം വിട്ട് നടക്കുന്ന നല്ല തിരക്കേ നടത്താൻ പോകുന്നു. സ്ഥലമില്ലാത്ത മനുഷ്യനാ.
വെറൈറ്റി തൊപ്പി ഉണ്ടോ നമുക്ക്? ما عندك دروس العب شوي ചെക്കൻ വന്നിട്ടില്ല, വീടിങ്ങനെ വരുന്നത്. അങ്ങനെ സമയം 3 മണിയായി. അപ്പോഴേക്കും എല്ലാ സൂക്കിലെ ഒരുവിധം കടകളൊക്കെ അടഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകൾ ഭാഗത്തിലെ ലൈറ്റുകളൊക്കെ മിന്നി കത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ, എല്ലാ ഷോപ്പുകളും അടഞ്ഞ ആളുകളൊക്കെ എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ പോയ രംഗമാണ്. അപ്പോൾ സൂക്കൊക്കെ ഫുള്ള് കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും റമദാൻ മുബാറക്. സൂക്കൊക്കെ ഉറങ്ങി, സമയം രാത്രിയായി, എല്ലാവരും കടക്കെ പൂട്ടി പോകാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇയാളെന്നുള്ള ഇവിടെ ഉള്ളത്, ബാക്കിയൊക്കെ പോയി. ഈ സമയം നാളെ ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം ഇതൊക്കെ വീണ്ടും ആക്റ്റീവ് ആവും. ഇഷാക്ക് ശേഷം ഇവിടെ ജഗപ്പുകകാരം എല്ലാം കണ്ടു ആസ്വദിച്ചു. മാഷാ അല്ലാഹ്, റമദാനാണെന്ന് പറയില്ല, ഒരു പെരുന്നാൾ പറയാനില്ല അല്ലേ? ഉഷാറാണ് മാഷാ അല്ലാഹ്, ഉഷാറാണ്. സമയം 1 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോ ഏരിയ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തുടർന്ന് നയിക്കും. റമദാൻ നല്ല ഉഷാറായി ഇബാദത്ത് ചെയ്യുവാനും അതുപോലെ എന്താ പറയുക എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിർത്തുന്നത് നമ്മുടെ പഴയകാല പീരങ്കിൻ്റെ അടുത്താണ്. വെടിയപ്പ് കിടക്കുന്നു ഇവിടെ, മറ്റേ നോമ്പ് മറ്റേ അങ്ങനെ ഇന്ന് നമ്മളെ പ്രിയ സുഹൃത്ത് മുസ്തഫാക്ക മൂപ്പരെ ക്ഷണം സ്വീകരിച്ച് മൂപ്പരെ റൂമിലായിരുന്നു ഒരു 10-20 ആൾക്കാർക്കുള്ള ഭക്ഷണം, അത്താഴം വരുന്നതിന് പോയി. നമ്മളെ സാലിയാക്ക പപ്പടം പൊരിക്കുന്ന രംഗമാണ് കാണുന്നത്. അതിനുശേഷം നല്ല ബീഫും നല്ല നാടൻ കറിയുമുള്ള ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ നോമ്പ് തുടങ്ങുന്നു.